വരിക വരിക സഹജരേ, സഹന സമര സമയമായി. കരളുറച്ചു കൈകൾ കോർത്ത് കാൽനടയ്ക്കു പോകണം. ഗാന്ധിജിയും എമ്പുരാനും തമ്മിലുള്ള ബന്ധം എന്താണ്? കേരളക്കരയിൽ എമ്പുരാൻ എന്നുള്ള സിനിമ വലിയ ഓളങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഇന്നത്തെ സിവിൽസ് ത്രൂ സിനിമയുടെ ഒരു പുതിയ എപ്പിസോഡിൽ ഗാന്ധിജിയുടെ 7 സിൻസ് എന്നുള്ളൊരു എത്തിക്കൽ ഫിലോസഫീനെ ലൂസിഫർ ആൻഡ് എമ്പുരാൻ എന്ന 2 സിനിമകളുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നു. പ്രൈം ക്ലാസ് റൂമിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നൊരു കാര്യമാണ്, എത്തിക്സിൻ്റെ മെയിൻസ് പേപ്പറിൽ ഒരുപാട് മാർക്ക് വരുന്നൊരു ഏരിയയാണ് ഗാന്ധിയൻ ഫിലോസഫി. ഗാന്ധിജി പണ്ടൊരു കാര്യം പറഞ്ഞിരുന്നു, നമ്മുടെ സമൂഹത്തിൽ 7 തിന്മകൾ വരാമെന്നുള്ളതാണ്. ഈ 7 തിന്മകളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് ലൂസിഫർ ആൻഡ് എമ്പുരാൻ യൂണിവേഴ്സിലെ സിനിമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ഇതിൽ നമുക്ക് ആദ്യത്തേതായിട്ട് പറയേണ്ടത് പൊളിറ്റിക്സ് വിത്തൗട്ട് പ്രിൻസിപ്പിൾസ് എന്നുള്ള ആശയമാണ്. അതായത് രാഷ്ട്രീയം എപ്പോഴും ആദർശം നിറഞ്ഞതായിരിക്കണം എന്നുള്ള കാര്യം. ഗാന്ധിജിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും മികച്ച ഒരു പൊളിറ്റീഷ്യനായിരുന്നു ഗാന്ധിജി. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എപ്പോഴും വാല്യൂസും ഐഡിയൽസും പ്രിൻസിപ്പിൾസും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ്. എമ്പുരാൻ ആൻഡ് ലൂസിഫർ സിനിമകളായിട്ട് നമുക്ക് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഈ സിനിമകളുടെ ഒരു പശ്ചാത്തലം ഒരു രാഷ്ട്രീയമാണ് എന്നുള്ളതാണ്. പ്രത്യേകിച്ചും രണ്ടാമത്തെ സിനിമ എമ്പുരാൻ കംപ്ലീറ്റ്ലി ഒരു പൊളിറ്റിക്കൽ ത്രില്ലർ കൂടിയിട്ടാണ്. അപ്പോൾ അത്തരത്തിൽ ഗാന്ധിജി പറയുന്ന ഒരു ഈവിളായിട്ടുള്ള ഒരു പൊളിറ്റിക്സ് ആണോ ഈ സിനിമ മുന്നോട്ട് വയ്ക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരർത്ഥത്തിൽ ശരിയെന്ന് നമുക്ക് പറയാം. ഉദാഹരണത്തിന് ലൂസിഫർ സിനിമയുടെ തുടക്കം തൊട്ട് നമ്മൾ കാണുന്ന ഒരു കാര്യം, PK രാംദാസ്, PKR എന്നറിയപ്പെടുന്ന ഒരു വലിയ ഒരു പൊളിറ്റിക്കൽ ഫിഗർ മരിച്ചു പോകുന്നു. അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ പിന്നീട് സംഭവിക്കുന്ന പൊളിറ്റിക്കലായിട്ടുള്ള ചില അപജയങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ സക്സസേഴ്സ് വരുന്നു. വിവേക് ഒബ്രോയി അഭിനയിച്ചിട്ടുള്ള ബോബി എന്നുള്ള ക്യാരക്ടർ. ബോബിയൊക്കെ ഒരു രാഷ്ട്രീയത്തെയൊക്കെ എപ്പോഴും ഒരു ബിസിനസ് താല്പര്യത്തോടു കൂടി നോക്കിക്കാണുന്ന ഒരു വ്യക്തിത്വമാണ്. അതിനു പുറമെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടിയിലെ ലീഡേഴ്സ് തന്നെ ഈ പാർട്ടിയിലേക്ക് ഡ്രഗ് ഫണ്ടിങ്ങും ഒക്കെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കും. ഈ രാഷ്ട്രീയത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു പ്രധാനപ്പെട്ട മറ്റൊരു പ്രശ്നമാണ് നെപ്പോട്ടിസം. പലപ്പോഴും പാരമ്പര്യമായിട്ട് തന്നെ ഈ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഇങ്ങനെ കൈമാറി വരുന്നു. രാഷ്ട്രീയത്തിൽ അതുപോലെ തന്നെ കറപ്ഷൻ വരുന്നു. എമ്പുരാൻ സിനിമയുടെ ഒരു പ്രധാനപ്പെട്ട മറ്റൊരു പ്ലോട്ട് എന്ന് പറയുന്നതും ഈ കറപ്ഷൻ എന്നുള്ളൊരു ആശയമാണ്. അപ്പോൾ ഇങ്ങനെ ഗാന്ധിജിയുടെ 7 സിൻസിൽ വരുന്ന പൊളിറ്റിക്സ് വിത്തൗട്ട് പ്രിൻസിപ്പിൾസ് എന്നുള്ളൊരു പ്രധാനപ്പെട്ട പ്രമേയം ഈ സിനിമകളുടെ ഒരു പ്രധാന ആശയമായിട്ട് വരും. രണ്ടാമത്തെ കാര്യം ഗാന്ധിജി പറയുന്നു, റിലീജിയൻ വിത്തൗട്ട് സാക്രിഫൈസ്. ഇവിടെ സാക്രിഫൈസ് എന്നുള്ളതിൻ്റെ അർത്ഥം ഒരു റിച്വൽ എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് മതം എപ്പോഴും സംശുദ്ധമായിരിക്കണം, മതം എപ്പോഴും എത്തിക്കലായിരിക്കണം എന്നൊരു ഐഡിയ ആണ്. എമ്പുരാൻ സിനിമയിലേക്ക് വരികയാണെങ്കിൽ നിങ്ങളെല്ലാവരും സിനിമ കണ്ടിട്ടുണ്ടായിരിക്കും. ആ സിനിമയിൽ തന്നെ ഒരു കാര്യം പറയുന്നുണ്ട്, ഈ മതവും രാഷ്ട്രീയവും ഒക്കെ തമ്മിൽ കൂട്ടിക്കുഴച്ചു വന്നു കഴിഞ്ഞാൽ അതെപ്പോഴും പ്രോബ്ലമാറ്റിക് ആണ്, അതൊരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് പറയുന്നുണ്ട്. എന്നാൽ ഗാന്ധിജി മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയം ഇതിൻ്റെയൊക്കെ എൻറ്റയർലി ഓപ്പോസിറ്റാണ്. ഗാന്ധിജി പറയുന്നു, നമ്മുടെ മതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെപ്പോഴും സംശുദ്ധമായിരിക്കണം, മതം രാഷ്ട്രീയത്തിൽ ഉണ്ടായിരിക്കണം എന്നൊരു ഐഡിയ ആണ് ഗാന്ധിജി മുന്നോട്ട് വെച്ചത്. ഗാന്ധിജിയുടെ രാമരാജ്യം എന്നുള്ള കൺസെപ്റ്റ് തന്നെ, അദ്ദേഹത്തിൻ്റെ ആദർശ സമൂഹം, അത് തന്നെ മതത്തിൻ്റെ എല്ലാവിധ നന്മകളും ഉൾക്കൊള്ളുന്ന ഒരു സമൂഹത്തിലേക്ക് നയിക്കുന്ന ഒരു ഫിലോസഫിയാണ്. ഇവിടെ എമ്പുരാൻ സിനിമയുടെ തുടക്കത്തിൽ വരുന്ന ചില മതകലാപങ്ങളുടെ ഒരു റെഫറൻസ്, ഞാനതിൻ്റെ സ്പോയിലേഴ്സിലേക്ക് കിടക്കുന്നില്ല. ഇന്ത്യയിലൊക്കെ സംഭവിച്ചിട്ടുള്ള ചില വർഗീയ കലാപങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് എത്തിക്കൽ ഇഷ്യൂസ് എമ്പുരാൻ എന്നുള്ള സിനിമയിൽ കടന്നു വരുന്നു എന്നുള്ളതാണ്. ഗാന്ധിജി ചൂണ്ടിക്കാണിക്കുന്ന ഈ ഒരു വിപത്ത്, റിലീജിയൻ സാക്രിഫൈസ് ഇല്ലാതെ അല്ലെങ്കിൽ എത്തിക്കൽ അല്ലാതെ മൊറാലിറ്റി ഇല്ലാതെ മാറുന്ന ഈ ഒരു അവസ്ഥയുടെ ഏറ്റവും മോശകരമായിട്ടുള്ള ഒരു വിപത്ത് അത് എമ്പുരാൻ എന്നുള്ള സിനിമ തുറന്നു കാണിക്കുന്നുണ്ട്. നാർക്കോട്ടിക്സ് ഇസ് എ ഡേർട്ടി ബിസിനസ്. ലൂസിഫറിൽ സ്റ്റീഫൻ നെടുമ്പള്ളി പറയുന്ന ഐക്കോണിക് ആയിട്ടുള്ള ഡയലോഗാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാക്കുകൾ വളരെ പ്രൊഫറ്റിക്കായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയിട്ടാണ്. ഗാന്ധിജിയുടെ ഈ ഒരു എത്തിക്കൽ ഫിലോസഫിയിൽ പ്ലഷർ വിത്തൗട്ട് കോൺഷ്യൻസ് എന്നുള്ള, മനസാക്ഷി ഇല്ലാതെ നമ്മൾ സുഖങ്ങളിൽ ഏർപ്പെടുന്നു എന്നുള്ള ഒരു തിന്മയായിട്ട് ബന്ധിപ്പിക്കാവുന്നതാണ്. സ്റ്റീഫൻ നെടുമ്പള്ളി ഈ ലൂസിഫറിൽ പറയുന്ന ഒരു കാര്യം, രാഷ്ട്രീയത്തിലേക്ക് ഡ്രഗ് ഫണ്ടിങ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കേരളത്തിൻ്റെ യങ് ജനറേഷനെ വലിയ രീതിയിൽ അത് ബാധിക്കും, കേരളത്തിൻ്റെ എക്സിസ്റ്റൻസിനെ വരെ അപകടപ്പെടുത്തുമെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ഏതാണ്ട് അതിന് സമാനമായിട്ടുള്ള ഭയപ്പെടുത്തുന്ന സാഹചര്യങ്ങളിലൂടെയാണ് നമ്മുടെ ഇന്നത്തെ സമൂഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.
ഗാന്ധിജിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഗാന്ധിജി എല്ലാവിധ ലഹരി വസ്തുക്കൾക്കൊക്കെ എതിരായിട്ട് നിന്നിരുന്ന ഒരു വ്യക്തിത്വം കൂടിയിട്ടാണ്. അപ്പോൾ ഇതാണ് ഈ 7 സിൻസിലെ മറ്റൊരു പ്രധാനപ്പെട്ട നമുക്ക് ഈ സിനിമയായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ, പ്ലഷർ വിത്തൗട്ട് കോൺഷ്യൻസ്. എക്സാമിനേഷനൊക്കെ വരുമ്പോൾ ഇത്തരത്തിലുള്ള ഡ്രഗ്സ് അബ്യൂസോ അല്ലെങ്കിൽ മറ്റ് ഒരുപാട് അൺഎത്തിക്കലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഗാന്ധിജിയുടെ ഈ ഒരു ഈവിളുമായിട്ട് കണക്ട് ചെയ്തിട്ട് എക്സാമിന് ഉപയോഗിക്കാവുന്നതാണ്. നോളേജ് വിത്തൗട്ട് ക്യാരക്ടർ, അറിവുണ്ട് പക്ഷേ അൺഎത്തിക്കലായിട്ട് പെരുമാറുന്നു. ഗാന്ധിജിയുടെ 7 സിൻസിൽ മറ്റൊരു പ്രധാനപ്പെട്ട ആശയമാണ് ഈ എമ്പുരാൻ ലൂസിഫർ സിനിമാറ്റിക് യൂണിവേഴ്സിലേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒട്ടുമിക്ക ക്യാരക്ടറിനും ഈ ഒരു ആശയവുമായിട്ട് നമുക്ക് ബന്ധിപ്പിക്കാവുന്നതാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ നൈല ഉഷ അഭിനയിക്കുന്ന ഒരു ക്യാരക്ടർ, അതിലവരുടെ ഭർത്താവും ഇവർ രണ്ടുപേരും ഒരു മീഡിയ ഹൗസ് ഓൺ ചെയ്യുന്നു. NPTV എന്നോ മറ്റോ ആണ് ആ ഒരു ചാനലിൻ്റെ പേര്. അപ്പോൾ ആ ചാനലിൻ്റെ തുടക്കത്തിൽ ഇവർക്ക് വലിയ ഒരു ഐഡിയലിസ്റ്റിക് ആയിട്ട് ഡ്രീംസ് ഉണ്ടായിരുന്നു. രണ്ടുപേരും രാഷ്ട്രീയത്തിൻ്റെ സ്വാധീനമൊന്നുമില്ലാതെ വളരെ എത്തിക്കലായിട്ട് ഈ ജേർണലിസം അല്ലെങ്കിൽ മീഡിയ ആക്ടിവിറ്റീസ് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ഒരു ഘട്ടത്തിൽ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ ഒക്കെ ഫണ്ടിങ്ങൊക്കെ സ്വീകരിക്കാനായിട്ട് അവർ തയ്യാറാവുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് എത്രമാത്രം അറിവുണ്ടെങ്കിലും നമ്മുടെ ക്യാരക്ടറിന് ഡാമേജ് വന്നു കഴിഞ്ഞാൽ, നമ്മൾ ക്യാരക്ടറിനെ കോംപ്രമൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സൊസൈറ്റീനെ വലിയ രീതിയിൽ ബാധിക്കുമെന്നുള്ളതിൻ്റെ മറ്റൊരു ഉദാഹരണമാണ്. ഈ ഗാന്ധിയൻ ഫിലോസഫി ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ ആദ്യം ചർച്ച ചെയ്യുന്നൊരു കാര്യം മാർഗത്തെയും ലക്ഷ്യത്തെയും കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഒരു കൺസെപ്റ്റാണ് എൻഡ് ആൻഡ് മീൻ. ഈ മീൻസ് ആൻഡ് എൻഡിനെ കുറിച്ച് പറയുമ്പോൾ അതിൽ 2 പ്രധാനപ്പെട്ട ഐഡിയാസാണ് നമ്മൾ ഇന്ന് സാധാരണ ചർച്ച ചെയ്യാറുള്ളത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആദ്യത്തെ വാദം മാർഗവും ലക്ഷ്യവും ശുദ്ധമായിരിക്കണം എന്നുള്ള ഗാന്ധിജി ഉൾപ്പെടെയുള്ള തിങ്കേഴ്സിൻ്റെ ഒരു വാദഗതിയാണ്. നമുക്കതിനെ ആസ് ദ മീൻ സോ ദ എൻഡ് എന്ന് വിളിക്കാം. എന്ന് പറയുമ്പോൾ നല്ല മാർഗത്തിലൂടെ മാത്രമേ നിങ്ങൾക്ക് നല്ല ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കൂ. രണ്ടാമത്തെ ഐഡിയ ആണ് എൻഡ് ജസ്റ്റിഫൈസ് മീൻ എന്ന് പറയുമ്പോൾ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് നമുക്ക് മാർഗം ഏതും സ്വീകരിക്കാം എന്നുള്ള ആശയം. ഗാന്ധിജിയൊക്കെ വളരെയധികം എതിർക്കുന്ന ഒരു ഐഡിയ ആണിത്. അപ്പോൾ ഈ ലൂസിഫർ സിനിമാറ്റിക് യൂണിവേഴ്സിലേക്ക് എത്തി നിൽക്കുമ്പോൾ എനിക്ക് സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ ഒരു ക്യാരക്ടറൈസേഷനാണ്. അദ്ദേഹം നായകനാണ്, എന്നാൽ വില്ലൻ്റെ പരിവേഷമുള്ളൊരു നായകൻ, തമോഗോളങ്ങളുടെ എമ്പുരാൻ അല്ലേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രേ ഷെയ്ഡ്സ് എല്ലാം മനോഹരമായിട്ട് സിനിമയിൽ ഡെപിക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ സിനിമയുടെ ആദ്യത്തെ പാർട്ടിലും രണ്ടാമത്തെ പാർട്ടിലും പല ഘട്ടങ്ങളിലായിട്ട് ഇദ്ദേഹത്തിൻ്റെ ഒരു ഷെയ്ഡി ആയിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് ചില റെഫറൻസ് അവിടെ ഇവിടെയായിട്ട് വരുന്നുണ്ട്. ഉദാഹരണത്തിന് ഗോൾഡ് സ്മഗ്ലിങ്ങുമായിട്ട് അദ്ദേഹത്തിന് ബന്ധമുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ, അല്ലെങ്കിൽ നാർക്കോട്ടിക്സിന് അദ്ദേഹം താല്പര്യം കാണിച്ചിരുന്നില്ലെങ്കിലും അതിനെതിരാണെങ്കിൽ കൂടിയും ആദ്യത്തെ ഫിലിമിലൊക്കെ തന്നെ ഇത്തരം ഒരു അനത്തിക്കലായുള്ളൊരു പാസ്റ്റ് സ്റ്റീഫൻ ഉണ്ട് എന്നുള്ള ഐഡിയാസ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ലൂസിഫറിലേക്ക് വരികയാണെങ്കിൽ അബ്രാം ഖുറേഷി എന്നറിയപ്പെടുന്ന നൊട്ടോറിയസ് ആയിട്ടുള്ള ഒരു ഇൻ്റർനാഷണൽ ഗ്യാങ്സ്റ്റർ, അദ്ദേഹം ഒരു വലിയ ഒരു കാർട്ടലിൻ്റെ ഭാഗമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എതിർസ്ഥാനത്ത് നിൽക്കുന്ന ഡ്രഗ് മാഫിയായിട്ടുള്ള യുദ്ധമൊക്കെ സിനിമയിലും അല്ലെങ്കിൽ സിനിമയായിട്ട് ബന്ധപ്പെട്ട നിരൂപണങ്ങളിലെല്ലാം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു. അപ്പോൾ ഈ ക്യാരക്ടർ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അദ്ദേഹം ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എൻഡ് ജസ്റ്റിഫൈസ് മീൻ എന്നുള്ള ആശയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. ഒരു ഉദാഹരണത്തിന് സ്റ്റീഫൻ നെടുമ്പള്ളി ഒരു വില്ലനാണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ അദ്ദേഹത്തെ ആ രീതിയിൽ ചിത്രീകരിക്കാൻ സാധിക്കില്ല. കാരണം അദ്ദേഹം ഒരു നല്ല മനസ്സുള്ള എത്തിക്കലായുള്ളൊരു വ്യക്തിയാണ്. അതേസമയം തന്നെ അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹം വയലൻസിൻ്റെ ഭാഗമാവുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ എതിരാളികളെ അദ്ദേഹം എലിമിനേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. ഐക്കോണിക് ആയിട്ടുള്ളൊരു സീനൊക്കെ വരുന്നില്ലേ, കർഷകനല്ലേ നാടൻ കള പറിക്കാൻ പോയി എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ വരുന്നു. അപ്പോൾ അദ്ദേഹം ഒരു അൺഎത്തിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന, അതേസമയം തന്നെ ഇതെല്ലാം ഒരു ഓവറോൾ ഒരു നല്ല പർപ്പസിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ സൊസൈറ്റിയെക്കുറിച്ച് അല്ലെങ്കിൽ കേരളത്തെക്കുറിച്ചൊക്കെ ഒരു വലിയ സ്വപ്നമുണ്ട്. കേരള രാഷ്ട്രീയത്തെക്കുറിച്ച് പല കൺസേൺസും വരുന്നുണ്ട്. ഇതിനെല്ലാം എത്തിക്കലി മുൻനിർത്തുമ്പോഴും അതിനുപയോഗിക്കുന്ന മാർഗങ്ങൾ പലപ്പോഴും അൺഎത്തിക്കലാവുന്നു എന്നുള്ളൊരാശയം, എൻഡ് ആൻഡ് മീൻസിലേക്ക് വരുന്ന ആ ഒരു ആശയം, ലക്ഷ്യത്തിന് വേണ്ടി വളഞ്ഞ മാർഗങ്ങൾ സ്വീകരിക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് ഈ ഒരു സിനിമയായിട്ട് ബന്ധപ്പെടുത്തി ചർച്ച ചെയ്യാവുന്നതാണ്. ഇതുമാത്രമല്ല, ഗാന്ധിയൻ എത്തിക്സുമായിട്ട് ബന്ധപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. 1-2 കാര്യങ്ങൾ കൂടി ഒന്ന് പറഞ്ഞ് നമുക്ക് ഈ ഒരു എപ്പിസോഡ് അവസാനിപ്പിക്കാം. ഈ സിനിമയിൽ പി കെ രാംദാസിൻ്റെ മകളായിട്ട് അഭിനയിച്ചിട്ടുള്ള മഞ്ജു വാര്യർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു രാഷ്ട്രീയമുണ്ട്. മഞ്ജു വാര്യർ ആ സിനിമയിൽ ഒരു ചെക്ക് ഡാമുമായി മുൻനിർത്തി വരുന്ന ഒരു സമരം. ഈ സമരം നയിക്കുന്നത് ഒരു നെടുമ്പള്ളി പ്രദേശത്തിലെ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരാണ്. അപ്പോൾ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു സംശുദ്ധ രാഷ്ട്രീയത്തിൻ്റെ പ്രതീകമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ലീഡറായിട്ടാണ് മഞ്ജു വാര്യർ സിനിമയിൽ വരുന്നത്. അപ്പോൾ ഈ ഒരു ക്യാരക്ടർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഗാന്ധിജി മുന്നോട്ട് വയ്ക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു സൊസൈറ്റിയെക്കുറിച്ചുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട്.
സർവോദയം എന്നാണ് അതിൻ്റെ ഐഡിയ. സർവോദയം മീൻസ് എല്ലാവരുടെയും ഉദയം, വെൽഫെയർ ഓഫ് ഓൾ. ഒരു തരത്തിൽ മഞ്ജു വാര്യരുടെ ക്യാരക്ടർ മുന്നോട്ട് വെക്കുന്നതും ഏതാണ്ട് ഇതേ ഐഡിയ ആണ്. ഡെവലപ്മെൻറ്റിൻ്റെ ഒക്കെ കാര്യം വരുമ്പോൾ നമ്മൾ എല്ലാവരെയും ചേർത്ത് പിടിക്കണം എന്നുള്ളൊരു ഗാന്ധിജിയുടെ ഒരു ഇക്വാളിറ്റിയുടെയും ഇക്വിറ്റിയുടെയും ഒരു വിഷൻ തന്നെയാണ് ഈ ഒരു ക്യാരക്ടറിൽ നമ്മൾ കാണുന്നത്. ഈ സിവിൽസ് ത്രൂ സിനിമ എന്നുള്ളൊരു ഐഡിയയുടെ ഒരു വലിയ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് സിനിമ കാണുമ്പോൾ ഒരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസിൻ്റെ അപ്പുറത്തേക്ക് നമ്മുടെ UPSC ആസ്പിറേഷന് വേണ്ടി അതിന് ഉപയോഗിക്കാൻ സാധിക്കണം എന്നുള്ളതാണ്. ലൂസിഫർ സിനിമയും ഇനി അങ്ങോട്ട് എമ്പുരാനും ഒക്കെ നിങ്ങൾ കാണുമ്പോൾ വീണ്ടും വീണ്ടും അതിലെ ഡയലോഗ്സൊക്കെ ഓർക്കുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. എമ്പുരാനിലും ലൂസിഫറിലും ഗാന്ധിജിയുടെ 7 സിൻസ് എന്നുള്ളൊരു എത്തിക്കൽ ഫിലോസഫി മാത്രമല്ല, ഇതല്ലാതെയും ഒളിഞ്ഞിരിക്കുന്ന ഒരുപാട് എത്തിക്കലായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇതിലേതെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് പോയിന്റ് ഔട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് ഈ കമൻറ്റ് ബോക്സിൽ അത് രേഖപ്പെടുത്തുക.